നമസ്കാരം. കണ്ടാൽ നിരുപദ്രവകാരി എന്ന് തോന്നുമെങ്കിലും ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും അപകടകാരിയായ മൃഗം ഏതാണെന്ന ചോദ്യത്തിന് ഒരേയൊരു ഉത്തരമേ ഉള്ളൂ: ഹിപ്പോപ്പൊട്ടാമസ്. സിംഹത്തെക്കാളും ആനയെക്കാളും മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഈ ഭീമൻ സസ്തിനികൾ പ്രതിവർഷം 3000-ഓളം പേരുടെ ജീവനാണ് കവരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്കിൽ നിന്നുൾപ്പെടെ പുറത്തുവരുന്ന പുതിയ ദൃശ്യങ്ങൾ ഈ ഭീതിയെ ശരിവെക്കുന്നതാണ്. ഫാമിൽ നിന്ന് രക്ഷപ്പെട്ട ഹിപ്പോയെ പിടികൂടാൻ പോയ വന്യജീവി സംരക്ഷണ പ്രവർത്തകരുടെ ബോട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തകർത്തെറിയുന്നതും പിതാവിൻ്റെ കൺമുന്നിൽ മകൻ മരണത്തെ മുഖാമുഖം കാണുന്നതുമായ നടുക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വെള്ളത്തിൽ അതിവേഗം സഞ്ചരിക്കാനും ബോട്ട് പോലെയുള്ള വലിയ വസ്തുക്കളെ നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ള ഹിപ്പോകൾ വിനോദസഞ്ചാരികൾക്കും വന്യജീവി പ്രവർത്തകർക്കും ഒരുപോലെ പേടി സ്വപ്നമായി മാറുകയാണ്. സെന്റ് ലൂസിയയിലും സാംബിയയിലുമുണ്ടായ ആക്രമണങ്ങളിൽ മനുഷ്യർ വന്യജീവികൾക്ക് നൽകേണ്ട സുരക്ഷിത അകലം എത്രത്തോളം പ്രധാനമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. ദക്ഷിണാഫ്രിക്കയിലെ ലോവൽഡിലുള്ള ക്രൂഗർ നാഷണൽ പാർക്കിന് സമീപമുള്ള ഡാമിൽ വെച്ചാണ് ഭീതിജനകമായ ഈ സംഭവം അരങ്ങേറിയത്. തൻ്റെ മകൻ സഞ്ചരിച്ചിരുന്ന ബോട്ട് ഒരു കൂറ്റൻ ഹിപ്പോപ്പൊട്ടാമസ് തലകീഴായി മറിയുന്നതും മകൻ വെള്ളത്തിൽ വീഴുന്നതും നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു പിതാവിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സമീപകാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഒരു ഫാമിൽ നിന്ന് രക്ഷപ്പെട്ട ഹിപ്പോപ്പൊട്ടാമസിനെയും അതിൻ്റെ കുഞ്ഞിനെയും പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു ഡിജിറ്റൽ ആർക്ക് എന്ന സംരക്ഷണ സംഘത്തിലെ അംഗങ്ങൾ. മയക്കുവെടി വെച്ച് ഇവയെ സുരക്ഷിതമായി തിരികെ ഫാമിലെത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. സംരക്ഷണ പ്രവർത്തകനായ സാൻഡർ ബോട്ടിൽ നീങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി വെള്ളത്തിനടിയിൽ നിന്ന് ഹിപ്പോപ്പൊട്ടാമസ് ബോട്ട് തട്ടിമറിക്കുകയായിരുന്നു. വെള്ളത്തിലേക്ക് തെറിച്ചു വീണ സാൻഡർ അതിവേഗം മറിഞ്ഞ ബോട്ടിന് മുകളിലേക്ക് കയറി രക്ഷപ്പെടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മകൻ അപകടത്തിൽപ്പെടുന്നത് കണ്ട് പരിഭ്രാന്തനായ പിതാവ് ആദ്രെ പിയാനർ ഉടൻ തന്നെ തൻ്റെ കൈത്തോക്ക് പുറത്തെടുത്തെങ്കിലും വെടിവെച്ചില്ല. മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ഇത്രയും അപകടകാരിയായ ഒരു മൃഗത്തിനെതിരെ ഈ ആയുധം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് ആദ്രെ പിയാനർ സ്വിസ് പത്രമായ 20 മിനിറ്റിനോട് പറഞ്ഞു. ബോട്ട് മറിച്ച ശേഷം ഹിപ്പോപ്പൊട്ടാമസ് അവിടെ നിന്ന് മാറിയെന്നും ഏകദേശം 40 മീറ്റർ അകലെ നിന്ന് അത് ചീറ്റുന്ന ശബ്ദം താൻ കേട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ ഹിപ്പോപ്പൊട്ടാമസിന് ഞങ്ങളുടെ നീക്കം തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം പിന്മാറി. ഞങ്ങൾക്ക് സമയമുണ്ട്. മറ്റൊരു ദിവസം ഞങ്ങൾ വീണ്ടും ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈറലായ ഈ വീഡിയോ ഇപ്പോൾ ഒരു വലിയ മുന്നറിയിപ്പായി കൂടി മാറിയിരിക്കുകയാണ്. പിയാനർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ആഫ്രിക്കയിലെ മറ്റു വലിയ മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യമരണങ്ങൾക്ക് കാരണമാകുന്നത് ഹിപ്പോപ്പൊട്ടാമസുകളാണ്. എന്തുകൊണ്ടാണതെന്ന് ഇന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെട്ടു. മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിനിടെ ഹിപ്പോ ഞങ്ങളുടെ ബോട്ട് തകർത്തു മറിച്ചു. ഒരു ടീം അംഗം വെള്ളത്തിലേക്ക് തെറിച്ചു വീഴുകയും ബോട്ട് പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു. ഇതൊരു നാടകമല്ല, വന്യജീവി സംരക്ഷണ മേഖലയിലെ യഥാർത്ഥ വെല്ലുവിളിയാണ്. ആഫ്രിക്കയിലെ വലിയ അപകടകാരിയായ വലിയ സസ്തിനിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. പ്രതിവർഷം 500 മുതൽ 3000 വരെ മരണങ്ങൾക്ക് ഇവ കാരണമാകുന്നുണ്ട്. അങ്ങേയറ്റം പ്രത്യാക്രമണ സ്വഭാവമുള്ള ഇവയുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ മരണനിരക്ക് 86%. 2024 മാർച്ചിൽ നമീബിയയിലെ ചോബെ നദിയിൽ ഒരു വിനോദസഞ്ചാര സംഘത്തെ ഹിപ്പോ ആക്രമിച്ചിരുന്നു. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ഹിപ്പോകളെ നിരീക്ഷിക്കുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ ബോട്ടിന് നേരെ ഒരു കൂറ്റൻ ഹിപ്പോ പാഞ്ഞെടുക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബോട്ട് ആഴം കുറഞ്ഞ ചെളിയിൽ മുങ്ങിപ്പോയി. തുടർന്ന് ഹിപ്പോ അതിൻ്റെ കൂറ്റൻ വായ തുറന്ന് ബോട്ടിൻ്റെ മോട്ടോർ കടിച്ചു തകർക്കുകയായിരുന്നു. ആ സമയത്ത് ബോട്ടിലുണ്ടായിരുന്ന വിനോദസഞ്ചാരി ജാക്കി ബോഷോഫ് പറഞ്ഞത് എൻ്റെ കൺമുന്നിൽ നടക്കുന്നത് വിശ്വസിക്കാനായില്ല എന്നാണ്. ഞങ്ങൾ ബോട്ടിൽ ശബ്ദമുണ്ടാക്കാതെ നിശബ്ദരായിരുന്നു. സുരക്ഷിതമായ അകലത്തിലെത്തിയപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ആൺ ഹിപ്പോപ്പൊട്ടാമസ് എവിടെ നിന്നില്ലാതെ ബോട്ടിനെ പിന്തുടരാൻ തുടങ്ങി. അപകടം മണത്ത ഉടനെ ഞങ്ങളുടെ സ്കിപ്പർ ബോട്ട് തിരിച്ച് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചുവെന്നും ജാക്കി ഓർത്തെടുത്തു. അതേ വർഷം മെയ് മാസത്തിൽ സാംബിയയിൽ വെച്ച് 70 വയസ്സുകാരി വിനോദസഞ്ചാരി ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ഭർത്താവിനൊപ്പം തൻ്റെ സ്വപ്നയാത്രയ്ക്കിടയിലാണ് ലിസ മാൻഡേഴ്സ് എന്ന സ്ത്രീ ആനയേക്കാൾ ഭീകരമായ ഈ മൃഗത്തിൻ്റെ ആക്രമണത്തിനിരയായത്. ശരീരത്തിലേറ്റ മാരകമായ മുറിവുകളെ തുടർന്നായിരുന്നു അവർ മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ വർഷം സെന്റ് ലൂസിയയിൽ വെച്ച് ഹിപ്പോപ്പൊട്ടാമസിനടുത്തേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് അവഗണിച്ച് ഒരു വിനോദസഞ്ചാരിയെ ഇത് ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. അവൻ ചാർജ് ചെയ്യാൻ പോവുകയാണ്, ഇതിനെയാണ് മണ്ടത്തരം എന്ന് വിളിക്കുന്നത് എന്നിങ്ങനെ ക്യാമറയ്ക്ക് പിന്നിലുള്ളവർ വിളിച്ചു പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. നിമിഷങ്ങൾക്കകം പ്രകോപിതയായ ആ മൃഗം ഓടിച്ചിട്ട് തലകൊണ്ട് ഇടിച്ച് താഴെയിട്ടു. പകച്ചുപോയ അവർ മറ്റൊരാളുടെ സഹായത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് പ്രാദേശിക ഭരണകൂടം ഇവരെ സെന്റ് ലൂസിയയിൽ നിന്ന് പുറത്താക്കുകയും ഹോട്ടലുകൾക്ക് ഇവർക്കിനി മുറി നൽകരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു.